രഞ്ജിത്തിനെതിരെ നടക്കുന്ന വെളിപ്പെടുത്തലുമായി ആലപ്പി അഷ്റഫ്. യുവനടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന സംവിധായകൻ രഞ്ജിത്തിനെതിരെ പുതിയ ആരോപണങ്ങളുമായി സംവിധായകൻ ആലപ്പി അഷ്റഫ്. ആറാം തമ്പുരാൻ സിനിമയുടെ സെറ്റിൽ വെച്ച് നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ ഒരു തമാശ പറഞ്ഞതിന്റെ പേരിൽ രഞ്ജിത്ത് മുഖത്തടിച്ചിരുന്നുവെന്ന് നേരത്തെ ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തിയത് ഏറെ ചർച്ചയായിരുന്നു. പിന്നാലെയാണ് പുതിയ വെളിപ്പെടുത്തലുമായി ആലപ്പി അഷ്റഫ് എത്തിയിരിക്കുന്നത്. ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയ ശേഷം തനിക്ക് ലഭിച്ച പ്രതികരണങ്ങളെക്കുറിച്ചും അന്നത്തെ സംഭവത്തെക്കുറിച്ചും കൂടുതൽ വിശദാംശങ്ങളെക്കുറിച്ചും മനസ്സ് തുറക്കുകയാണ് ആലപ്പി അഷ്റഫ്. സ്വന്തം യൂട്യൂബ് ചാനലിൽ കൂടി തന്നെയാണ് പുതിയ പ്രതികരണവും എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: അത്യുന്നതങ്ങളിൽ വിരാജിച്ച ഒരു സംവിധായകന് ഇതുപോലൊരു അധപ്പതനം ഉണ്ടാകുന്നത് മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായാണ്. സംവിധാനത്തിൽ ബഹുകേമനാണെങ്കിലും അയാളുടെ ഉള്ളിൽ ഒരു ക്രിമിനൽ സ്വഭാവമുണ്ടെന്ന് ആദ്യമായി പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ഞാനാണ്. എന്നെ എതിർത്തുകൊണ്ടും അയാളെ ന്യായീകരിച്ചുകൊണ്ടും ചിലരൊക്കെ രംഗത്ത് വന്നുവെങ്കിലും പിന്നീട് അവരുടെ പൊടി പോലും കാണാതെയായി. ഞാൻ പറഞ്ഞതെല്ലാം 100% സത്യമാണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു എന്നുള്ളത് അവർ മനസ്സിലാക്കിയതാണ് കാരണം. അന്ന് ഞാൻ പറഞ്ഞത് മലയാള സിനിമയിലെ പ്രതിഭാധനനും വയോവൃദ്ധനും എല്ലാവർക്കും പ്രിയങ്കരനുമായ ഒടുവിൽ കൃഷ്ണനോട് കാണിച്ച ക്രൂരതയെക്കുറിച്ചായിരുന്നു. ഒരു ചെറിയ തമാശ പറഞ്ഞതിന്റെ പേരിൽ മദ്യപിച്ച് ലക്കുകെട്ട രഞ്ജിത്ത് അഹങ്കാരം കൊണ്ട് ആ സാധു മനുഷ്യനെ ചെവിക്കല്ല് നോക്കി അടിച്ചു നിലത്ത് വീഴ്ത്തിയതായിരുന്നു. അടികൊണ്ട് വീണ ഒടുവിലാനെ എല്ലാവരും ചേർന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ നിറഞ്ഞൊഴുകുന്ന കണ്ണീരോടെയുള്ള ആ മുഖം എനിക്കൊരിക്കലും മറക്കാനാവില്ല. ഈ സത്യം ഞാൻ വെളിപ്പെടുത്തിയപ്പോൾ പലരും എന്നോട് കമന്റിലൂടെ ചോദിച്ചു, അന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന്. കോടികൾ മുടക്കി ആരംഭിച്ച ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന വേളയിലുണ്ടായ ഒരു പ്രശ്നം കൂടുതൽ വഷളാക്കുക എന്നതല്ല, എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കാനാണ് എല്ലാവരും ശ്രമിച്ചത്. എല്ലാവരും ചേർന്ന് പ്രശ്നം സമാധാനപരമായി അവസാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ കയറി ഇടപെട്ട് പ്രശ്നം വഷളാക്കുന്നത് ന്യായമാണോ? ഈ സംഭവം വെളിപ്പെടുത്തിയപ്പോൾ അത് കണ്ടിട്ട് എന്നെ ആദ്യം വിളിച്ചത് ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവായ ജി സുരേഷ് കുമാർ ആയിരുന്നു. ഒരു കാര്യം പറയുമ്പോൾ അത് വളരെ കൃത്യമായി പറയേണ്ടതല്ലേ എന്ന് സുരേഷ് കുമാർ എന്നോട് ചോദിച്ചു. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ സുരേഷ് പറഞ്ഞത് ഒടുവിലന്ന് വീണത് അടികൊണ്ടല്ല എന്നാണ്. അടിയുടെ കൂടെ നാഭിക്കിട്ടൊരു തൊഴി കൂടി കൊടുത്തത് കൊണ്ടാണ് അദ്ദേഹം വീണതെന്നും ആ ബഹളത്തിനിടയിൽ അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല എന്നതാണ് സത്യം. കിഡ്നി രോഗം ബാധിച്ച് ചികിത്സയിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ നാഭിക്കിട്ടാണ് ചവിട്ടിയതെന്ന് ഓർക്കണം. അദ്ദേഹം വന്ന് ജീവനോട് രക്ഷപ്പെട്ടത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ സാധു മനുഷ്യന്റെ നിവർത്തികേടും നിസ്സഹായ അവസ്ഥയും കാരണമാണ് തുടർന്ന് ആ പടത്തിലും പിന്നീട് അയാളുടെ മറ്റൊരു പടത്തിലും അഭിനയിക്കാൻ നിർബന്ധിതനായത്. തന്നെയുമല്ല, രഞ്ജിത്തിനെ പോലെയുള്ള ഒരാളെ നേരിടാനുള്ള ശക്തിയും പ്രാപ്തിയും ആ പാവം മനുഷ്യനുണ്ടായിരുന്നില്ല. സുരേഷ് കുമാർ ഒടുവിലിനെ തൊഴിച്ച കാര്യം കൂടി എന്നോട് പറഞ്ഞപ്പോൾ ഇതുൾപ്പെടെ വീണ്ടും ചില സത്യങ്ങൾ കൂടി വെളിപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ. അപ്പോഴേക്കും സുരേഷ് കുമാർ വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, താനിന് രഞ്ജിത്തിനെ ഒന്നും പറയല്ലേ എന്ന്. അയാൾ വലിയ അവശതയിലാണ്. കരൾമാറ്റ ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങേരെ വിട്ടേരെ എന്ന്. അതുകൊണ്ടാണ് കൂടുതൽ പ്രതികരണങ്ങൾ ഞാൻ ഒഴിവാക്കിയത്. അസുഖബാധിതനായി കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായപ്പോഴെങ്കിലും മാനസാന്തരം ഉണ്ടായി കാണും, ചെയ്ത തെറ്റുകൾക്കൊക്കെ പശ്ചാത്തപിക്കുന്നുണ്ടാകും എന്നൊക്കെ വെറുതെ തെറ്റിദ്ധരിച്ചു. ആ ധാരണകളെ തിരുത്തി കുറിക്കുന്നതാണ് ഇപ്പോൾ അയാൾ നടത്തിയ പീഡനം. ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ശൈലി ഇതാണ്, ഒരിക്കലും എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ പിന്നെ വരുന്നതിനൊക്കെ നേരിടുന്നതും അനുഭവിക്കുന്നതിനും അയാൾ യോഗ്യനാണ്. ഒടുവിലിനെ തല്ലി താഴെയിട്ടു എന്നത് മാത്രമാണല്ലോ നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത്. എന്നാൽ അയാൾ സിനിമാ രംഗത്തുള്ള പല പ്രമുഖരെയും തല്ലിയിട്ടുണ്ട്. പാവക്കൂത്തെന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ഇന്നത്തെ ഒരു പ്രശസ്ത നിർമ്മാതാവിനെയും കരണത്തടിച്ചും നാഭിക ചവിട്ടിയും അയാൾ നിലത്തിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പേര് ഞാനിപ്പോൾ വെളിപ്പെടുത്താത്തത് എന്നായിരുന്നു ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ.